ആ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സഹല. ഓക്കെ, മോയ്സ്ചറിനെ കുറിച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ അല്ലേ? ഇതിലെ മോയ്സ്ചറിനെ കുറിച്ച് പറ. ഇന്നലെ സഹല ഇല്ലായിരുന്നോ? യൂട്യൂബ് കണ്ടില്ല? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. റഹ്മത്ത്, ഓക്കെ, മോയ്സ്ചറിനെ കുറിച്ച് മനസ്സിലായത് പറ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാം മൺഡേ അല്ലേ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ഹെഡിങ് ടെമ്പറേച്ചർ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നോ? കീർത്തന, ഇത്രയും പേരും ഉണ്ടായിരുന്നോളൂ? ഓക്കെ. ഓക്കെ, ഷബീബ. ഷബീബ, ദൈവത്തും ഫർസാനി ഉണ്ടോ? ഓക്കെ, ഷബീബയ്ക്ക് ന്യൂട്രീഷനെ കുറിച്ച് മനസ്സിലായത് പറ. ഓക്കെ. ഓക്കെ. ഹീമോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നു. ഓക്കെ. 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 ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് മൂന്നാമത്തത് ടെമ്പറേച്ചർ. ഒന്നാമത്തത് മോയ്സ്ചർ, രണ്ടാമത്തത് ന്യൂട്രീഷൻ, മൂന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ. Okay, in that point wise, first point, each species of bacteria requires a certain temperature range for its growth called optimum temperature. Okay, അതായത് each species of bacteria requires a certain temperature range for its growth called optimum temperature. അതായത് ഒരു സ്പീഷീസ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. ടെമ്പറേച്ചർ റേഞ്ച് താപനില ആവശ്യമാണ്. ഓരോ സ്പീഷീസ് മീൻസ് ഓരോ ബാക്ടീരിയയ്ക്കും വളരാൻ ഒരു പ്രത്യേക നിശ്ചിതമായിട്ടുള്ള ടെമ്പറേച്ചർ ആവശ്യമാണ് അതിന്റെ വളർച്ചയ്ക്ക്. ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുക. അതായത് നിശ്ചിതമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുക. ഒന്നുകൂടി പറയാം. ടെമ്പറേച്ചറിലെ ഫസ്റ്റ് പോയിന്റ്, ഈച്ച് സ്പീഷീസ് ഓഫ് ബാക്ടീരിയ റിക്വയർസ് എ സർട്ടൈൻ ടെമ്പറേച്ചർ റേഞ്ച് ഫോർ ഇറ്റ്സ് ഗ്രോത്ത് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഓക്കെ, അതായത്
ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു താപനില ആവശ്യമാണ്. ആ താപനിലയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? Okay. Second point, bacteria which attack human body live best at body temperature. That is for the most pathogenic bacteria, the optimum temperature is 37 degree Celsius. അതായത് രണ്ടാമത്തെ പോയിന്റോട്ട് വരുമ്പോൾ ബാക്ടീരിയ ഹ്യൂമൻ ബോഡിയിൽ ജീവിക്കാൻ വേണ്ട ഒരു ബെസ്റ്റ് ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. അതായത് പാത്തോജനിക് ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ബാക്ടീരിയ വിച്ച് അറ്റാക്ക് ഹ്യൂമൻ ബോഡി ലൈവ് ബെസ്റ്റ് അറ്റ് ബോഡി ടെമ്പറേച്ചർ. അതായത് ബോഡി ടെമ്പറേച്ചറിൽ അറ്റാക്ക് ചെയ്തിട്ടാണ് ബാക്ടീരിയ ജീവിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള അങ്ങനെ പാത്തോജനിക് ബാക്ടീരിയക്ക് രോഗകാരിയായിട്ടുള്ള ആ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ബാക്ടീരിയ വിച്ച് അറ്റാക്ക് ഹ്യൂമൻ ബോഡി ലൈവ് ബെസ്റ്റ് അറ്റ് ബോഡി ടെമ്പറേച്ചർ. അതായത് ബാക്ടീരിയ ഹ്യൂമൻ ബോഡിയിൽ പ്രധാനമായിട്ടും ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചറിനെ അറ്റാക്ക് ചെയ്തിട്ടാണ്. മീൻസ് ശരീര താപനിലയെ അറ്റാക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Most bacteria are killed at 50 degrees Celsius in 30 minutes. Low temperature kills them. Refrigeration for preservation of foods and sterilization by heat are based on this principle. അതായത് most bacteria are killed at 56 degrees Celsius in 30 minutes. അതായത് ഒരു 30 മിനിറ്റിൽ 56 ഡിഗ്രി സെൽഷ്യസ് എടുത്തിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ബാക്ടീരിയ എന്താകും? കിൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ നശിച്ചു പോകും. ഓക്കെ, ഒരു 56 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ബാക്ടീരിയ എന്താകും? നശിച്ചു പോകും. ഓക്കെ, ദെൻ അതുകൂടാതെ തന്നെ ലോ ടെമ്പറേച്ചർ കിൽസ് ദം. അതുകൂടാതെ തന്നെ കുറഞ്ഞ ടെമ്പറേച്ചറും കുറഞ്ഞ താപനിലയും ബാക്ടീരിയയെ കിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നുണ്ട്. സോ റെഫ്രിജറേഷൻ ഫോർ പ്രിസർവേഷൻ ഓഫ് ഫുഡ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റ് ആർ ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അതായത് ഓൾറെഡി പറഞ്ഞു, കൂടിയ താപനില അതായത് 56 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് കൊണ്ട് ബാക്ടീരിയ നശിക്കുന്നുണ്ട്. അതുകൂടാതെ ലോ ടെമ്പറേച്ചറിലും കുറഞ്ഞ ടെമ്പറേച്ചറിലും ബാക്ടീരിയ നശിക്കുന്നുണ്ട്. ഈ രണ്ട് തത്വം അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഫുഡ് ഫ്രിഡ്ജിൽ പ്രിസർവ് ചെയ്ത് സംരക്ഷിക്കുന്നതും അതുകൂടാതെ തന്നെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റ് അതായത് അണുമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കുന്നതും ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. അതായത് മോസ്റ്റ് ബാക്ടീരിയ ആർ കിൽഡ് അറ്റ് 56 ഡിഗ്രി സെൽഷ്യസ് ഇൻ 30 മിനിറ്റ്സ്. അതായത് 56 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് കൊണ്ട് ബാക്ടീരിയ എന്താകുകയാണ്? നശിച്ചു പോവുകയാണ്. ദെൻ ലോ ടെമ്പറേച്ചർ കിൽസ് ദം. അതുകൂടാതെ കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിലും ബാക്ടീരിയ എന്താവുകയാണ്? നശിച്ചു പോവുക തന്നെ ചെയ്യും. ഈ ഒരു തത്വം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഫുഡ് സംരക്ഷിക്കുന്നത്, കേടാവാതെ സംരക്ഷിക്കുന്നതും അതുകൂടാതെ തന്നെ നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഹീറ്റ് ഉപയോഗിക്കുന്നതും. ക്ലിയർ ആയോ? Okay. Next point. On the basis of temperature requirement, bacteria are divided into 3 groups. അതായത് ടെമ്പറേച്ചറിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ബാക്ടീരിയനെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ടെമ്പറേച്ചറിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ബാക്ടീരിയനെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സൈക്രോഫിലിക്. സൈക്രോഫിലിക്. ഓക്കെ, സൈക്രോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ഗ്രോ അറ്റ് an optimum temperature of 10 degrees Celsius to 20 degrees Celsius with a range of 5 degrees Celsius to 30 degrees Celsius. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് ടെമ്പറേച്ചറിന്റെ ആവശ്യം അനുസരിച്ച് ബാക്ടീരിയനെ ഇവിടെ ഗ്രൂപ്പ് ആക്കിയേക്കാണ്, ഡിവൈഡ് ചെയ്തേക്കാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സൈക്രോഫിലിക്. സൈക്രോഫിലിക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ വളരുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ, ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഡിഗ്രി ടു 20 ഡിഗ്രി ആണ്. അതായത് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 ഡിഗ്രി ടു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നിശ്ചിത ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ടു 20 ആണ്. അതായത് 5 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ഒരു റേഞ്ച് എടുത്തു. ആ റേഞ്ചിനുള്ളിൽ തന്നെ 10 ടു 20 ആണ് ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള നിശ്ചിതമായ ടെമ്പറേച്ചർ. ക്ലിയർ ആയോ? എക്സാമ്പിൾ ഫ്ലാവോബാക്ടീരിയം സൈക്രോഫിലിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ. ഫ്ലാവോബാക്ടീരിയം സൈക്രോഫിലിയം സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം.
അതാണ് ഒരു എക്സാമ്പിൾ. ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിൽ സൈക്രോഫിലിക് ആണ്. ബാക്ടീരിയ ഗ്രോ അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓഫ് 10 degrees Celsius to 20 degrees Celsius with a range of 5 degree to 30 degrees Celsius. അതായത് 5 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ് താപനില എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ബാക്ടീരിയയുടെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ട് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ബാക്ടീരിയനെ സൈക്രോഫിലിക് എന്ന് പറയുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു ബാക്ടീരിയന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഫ്ലാവോബാക്ടീരിയം സൈക്രോഫില എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീസോഫിലിക് ആണ്. മീസോഫിലിക്കില് ബാക്ടീരിയ ഗ്രോ ബെസ്റ്റ് അറ്റ് 20 degrees Celsius to 40 degrees Celsius with range of 10 degrees Celsius to 45 degrees Celsius. അതായത് മീസോഫിലിക്കിലോട്ട് രണ്ടാമത്തെ ടൈപ്പിലോട്ട് വന്നപ്പോൾ ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് എത്ര റേഞ്ച് എടുത്താലാണ് 10 to 45 ഡിഗ്രി സെൽഷ്യസ് റേഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 20 to 40 ഡിഗ്രി സെൽഷ്യസും ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഓൾ മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയ ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ വളരുന്നത് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ബാക്ടീരിയ ഒക്കെ ഈ മീസോഫിലിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരുന്നത്. മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ വരുന്നത് ഈ മീസോഫിലിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് തെർമോഫിലിക് എന്ന് പറയും. ഓക്കെ, ഇൻ ദാറ്റ് സെക്കൻഡ് മീസോഫിലിക്കിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ് എന്ന് പറയും. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ് എന്ന് പറയും. ദെൻ തേർഡ് വൺ തെർമോഫിലിക്. Okay, in that bacteria live best at 50 degrees Celsius to 60 degrees Celsius with a range of 25 degree to 80 degrees Celsius. Example Bacillus stereothermophilus. അതായത് തെർമോഫിലിക്കിലോട്ട് വരുമ്പോൾ ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ഡിഗ്രി ടു 60 ഡിഗ്രി ആണ്. റേഞ്ച് എത്രയാണ്? 25 to 80 ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ 25 to 80 ഡിഗ്രി റേഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 50 to 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എങ്കിൽ അതിനെ തെർമോഫിലിക് എന്ന് പറയും. എക്സാമ്പിൾ ബാസില്ലസ് സ്റ്റീരിയോതെർമോഫിലസ് എന്ന് പറയും. സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ക്ലിയർ ആയോ ടൈപ്സ്? ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. On the basis of temperature requirements, bacteria are divided into 3 groups. അതായത് ടെമ്പറേച്ചറിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ബാക്ടീരിയനെ നമ്മൾ 3 ഗ്രൂപ്പ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് സൈക്രോഫിലിക്. സൈക്രോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ഗ്രോ അറ്റ് ആൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ സൈക്രോഫിലിക്കിൽ ബാക്ടീരിയ ഗ്രോ അറ്റ് ആൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഇവിടെ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഡിഗ്രി ടു 20 ഡിഗ്രി ആണ്. അത് എത്ര റേഞ്ച്, അതായത് എത്ര താപനില എടുത്താൽ ഒരു 5 ഡിഗ്രി ടു 30 ഡിഗ്രി താപനില എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 to 20 ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ്. അങ്ങനെയുള്ള ബാക്ടീരിയനെ സൈക്രോഫിലിക് എന്ന് പറയും. എക്സാമ്പിൾ ഫ്ലേവോബാക്ടീരിയം സൈക്രോഫില എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നാമത്തത് റേഞ്ച് 5 to 30. ക്ലിയർ? ഓക്കെ, 5 to 30 എടുത്തിട്ടുണ്ടെങ്കിൽ 20 to 10 ഡിഗ്രി ആണ് ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, റേഞ്ച് നമ്മൾ 5 to 30 എടുക്കുന്നു. അതിൽ 10 to 20 ആണ് ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മീസോഫിലിക് ആണ്. മീസോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ഗ്രോ ബെസ്റ്റ് അറ്റ് 20 degrees Celsius to 40 degrees Celsius with range of 10 degrees Celsius to 45 degrees Celsius. മീസോഫിലിക്കിലോട്ട് വരുമ്പോൾ ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 40 ആണ്. അപ്പോൾ നമ്മൾ റേഞ്ച് എത്രയാണ് എടുക്കുന്നത്? ഒരു 10 to 45 ഡിഗ്രി സെൽഷ്യസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 20 to 40 ഡിഗ്രി ആണ് ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ. റേഞ്ച് എത്രയാണ്? 10 to 45. ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്? 20 to 40. ഈ ബാക്ടീരിയ ആണ് ഓൾ മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയ ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലാണ് മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിക്കൽ ആവശ്യത്തിനായിട്ടുള്ള ബാക്ടീരിയസ് ഒക്കെ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. മീസോഫിലിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിനൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ് എന്ന് പറയും. ക്ലിയർ ആയോ?
ഓക്കെ. മൂന്നാമത്തത് തെർമോഫിലിക് എന്ന് പറയും. തെർമോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ലൈവ് ബെസ്റ്റ് അറ്റ് 50 ഡിഗ്രി ടു 60 ഡിഗ്രി സെൽഷ്യസ്, 50 ടു 60 ഡിഗ്രി സെൽഷ്യസ്. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ടു 80 ഡിഗ്രി, 25 ടു 80 ഡിഗ്രി സെൽഷ്യസ്. അതായത് 25 ടു 80 ഡിഗ്രി സെൽഷ്യസ് റേഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 50 ടു 60 ആണ് ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എങ്കിൽ അതിനെ നമ്മൾ തെർമോഫിലിക് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്രയാണ് ടെമ്പറേച്ചർ? ഓക്കെ ഓക്കെ. തൊയ്ബത്ത് ഓക്കെ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ തൊയ്ബത്തെ? ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറ, എന്താ മനസ്സിലായെന്ന് പറ. സ്റ്റിറലൈസേഷൻ അത് ഓക്കെ ഓക്കെ. ഫർസാന സൈക്രോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ ഫർസാന. സഹല മീസോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിസ്. ഇതാണ് മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബാക്ടീരിയാസ് ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയയും ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. അക്ഷയ 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 അൺമ്യൂട്ട്. അക്ഷയ എന്താ ഇത്രയും ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തെ? എന്താ ഇത്രയും ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നേ? എവിടെയായിരുന്നു? ഫോണോ? ഏ ഓക്കെ ഓക്കെ. തെർമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാലാമത്തെ ഫാക്ടറിലോട്ട് പോകാം. നാലാമത്തെ ഫാക്ടർ pH അല്ലെങ്കിൽ ഓർ അസിഡിറ്റി ആൻഡ് ആൽക്കലിനിറ്റി. pH or acidity and alkalinity. Okay. Okay, in that first point, most of the pathogenic bacteria grow best in a neutral or slightly alkaline medium. Most of the pathogenic bacteria grow best in a neutral or slightly alkaline medium. അതായത് ഇവിടെ pH അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദ പാത്തോജനിക് ബാക്ടീരിയ എന്ന രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ വളരുന്നത് ന്യൂട്രൽ സ്റ്റേജിലായിരിക്കും. മീൻസ് അസിഡിറ്റിയോ ബേസിഡിറ്റിയോ ആവശ്യമില്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിർവീര്യമായിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും. അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയത്തിലായിരിക്കും.
അല്ലെങ്കിൽ നേരിയ അളവിൽ അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള ഒരു ആൽക്കലൈൻ മീഡിയത്തിലായിരിക്കും. ഇതിന്റെ അതായത് ആൽക്കലൈൻ മീഡിയത്തിന്റെ ഒരു pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.2 to 7.6, 7.2 to 7.6. ഓക്കെ, അത്രയാണ് അതിന്റെ ഒരു ആൽക്കലൈൻ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയത്തിൽ വളരുന്നതെങ്കിൽ. കൂടുതലും എന്താണ്, ന്യൂട്രൽ സ്റ്റേജിലാണ് വളരുന്നത്. അസിഡിസിറ്റിയോ ബേസിസിറ്റിയോ ആവശ്യമില്ലാത്തൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് വളരുന്നത്. പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ മീൻസ് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ വളരുന്നത് ന്യൂട്രലിലായിരിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം, ചെറിയ അളവിൽ അല്ലെങ്കിൽ എന്താ പറയാ ആൽക്കലൈൻ ആയിട്ടുള്ള മീഡിയത്തിലും ആയിരിക്കും. അതിന്റെ ഒരു pH 7.2 to 7.6. Then second point, acid medium prevents the growth of many bacteria. ആസിഡ് മീഡിയത്തിൽ ആ ബാക്ടീരിയ എന്താണ്, വളരത്തില്ല. അത് അതിന്റെ ഗ്രോത്തിനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ ആസിഡ് മീഡിയത്തിൽ വളരത്തില്ല. ഓക്കെ, ആസിഡ് മീഡിയം പ്രിവെന്റ്സ് ദ ഗ്രോത്ത് ഓഫ് മെനി ബാക്ടീരിയ. ആസിഡ് മീഡിയത്തിൽ ബാക്ടീരിയന്റെ ഗ്രോത്ത് എന്താകും, തടയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വളരത്തില്ല. Then second point, third point, preservation of fish, meat and vegetables by pickling in vinegar is based on the sensitivity of bacteria to the extreme acidity of vinegar. അതായത് ഓൾറെഡി പറഞ്ഞു, ആസിഡ് മീഡിയം എന്താണ്, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുക, തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ വിനാഗിരിയിൽ മീൻസ് പിക്കിളിങ്, അച്ചാറിടുന്നത്, അതായത് വെജിറ്റബിൾസും ഫിഷും അല്ലെങ്കിൽ മീറ്റും അതെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നത്, അതായത് അച്ചാറിട്ട് സൂക്ഷിക്കുന്നത്, അച്ചാറിടുന്നതിൽ വിനാഗർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, മീൻസ് ബാക്ടീരിയ വളരാതിരിക്കാൻ വേണ്ടി. ആ ഒരു കാരണത്താലാണ്. എക്സ്ട്രീം അസിഡിറ്റി ഓഫ് വിനാഗർ, അതായത് വളരെ കൂടിയ ഒരു അസിഡിറ്റി സ്വഭാവമുള്ളതാണ് വിനാഗർ, മീൻസ് അസറ്റിക് ആസിഡ് ആണ്. വിനാഗർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. ആ ആസിഡിന് വളരെ തീവ്രതയുള്ള ഒരു ആസിഡാണ്. അതുകൊണ്ട് തന്നെ അതിൽ ബാക്ടീരിയ എന്താണ്, സെൻസിറ്റീവ് ടു ബാക്ടീരിയ ടു ദ എക്സ്ട്രീം അസിഡിറ്റി ഓഫ് വിനാഗർ, അതായത് ഇതുമായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് അതെന്താണ്, വളരത്തില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നതിൽ വിനാഗർ, അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് നമ്മൾ സംരക്ഷിക്കുന്നത്, പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ? ഏതാ? First point, most of the pathogenic bacteria grow best in a neutral എന്ന് പറഞ്ഞാൽ അസിഡിസിറ്റിന്റെ ആവശ്യവും ഇല്ല, ബേസിസിറ്റിന്റെ ആൽക്കലിനിറ്റിന്റെ ആവശ്യവും ഇല്ല, ന്യൂട്രൽ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് വളരുന്നത് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ. ഓർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം, അല്ലെങ്കിൽ എന്താണ്, കുറഞ്ഞ അളവിലുള്ള ഒരു ആൽക്കലി മീഡിയത്തിലും വളരാം. ആസിഡും ആൽക്കലിയും ഒക്കെ എന്താ, നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്. ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആണ്, ആൽക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിയ അളവിലുള്ള ഇത്, അതായത് അമ്ല സ്വഭാവം ആസിഡിക് സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, pH എന്ന് പറഞ്ഞാൽ അസിഡിസിറ്റി പ്ലസ് ആൽക്കലിനിറ്റി. ഓക്കെ, അതായത് ഇവിടെ എന്താണ് പറഞ്ഞത്, പാത്തോജനിക് ബാക്ടീരിയ, രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയ എന്താണ്, വളരുന്നത് ന്യൂട്രൽ സ്റ്റേജിലായിരിക്കും. പിന്നെ എന്താണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ അളവിൽ ആൽക്കലൈൻ മീഡിയത്തിലും വളരും. ആ ആൽക്കലൈൻ മീഡിയത്തിന്റെ ഒരു pH ആണ് ഇവിടെ പറഞ്ഞത് 7.2 to 7.6. ആ ഒരു pHലും ചെറിയ അളവിൽ വളരുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? 7.2 to 7.6. കിട്ടിയോ? യെസ്. ഓക്കെ, ബാക്കി നിങ്ങൾ ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ നോക്കുക, ക്ലിയർ ചെയ്യുക. വാട്സപ്പിൽ നോട്ട് വരുമ്പോൾ ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷാനിബ, ഫർസാന. ഓക്കെ, pHൽ നിന്ന് എന്താ മനസ്സിലായത് പറ. ന്യൂട്രൽ സ്റ്റേജിലാണ്. ഓക്കെ, 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 ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അഞ്ചാമത്തെ ഹെഡിങ്ങിലോട്ട് പോകാം. അഞ്ചാമത്തെ ഫാക്ടർ ഗ്യാസസ്. ഫിഫ്ത് വൺ ഗ്യാസസ്, വാതകങ്ങൾ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഓക്സിജൻ. ഓക്സിജൻ. ഓക്കെ, ഓക്സിജനിൽ the capacity of bacteria to grow in presence of oxygen and utilize it depends on possession of cytochrome oxidase system. അതായത് ഓക്സിജനിലോട്ട് വരുമ്പോൾ the capacity of bacteria to grow in presence of oxygen. ബാക്ടീരിയക്ക് ഓക്സിജനിൽ വളരാനുള്ള ഒരു കഴിവുണ്ട്. അതെങ്ങനെയാ വളരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സിസ്റ്റത്തെ, അതായത് സൈറ്റോക്രോം ഓക്സിഡേസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തെ, അതിന് സ്വന്തമായിട്ടുള്ള ഒരു വ്യവസ്ഥേനെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഓക്സിജന്റെ സ്വാധീനത്തിൽ ബാക്ടീരിയ വളരുന്നത്. ഓക്കെ, സൈറ്റോക്രോം ഓക്സിഡേസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സ്വന്തമായിട്ടുള്ള മീൻസ് ബാക്ടീരിയക്ക് സ്വന്തമായിട്ടുള്ള ആ ഒരു വ്യവസ്ഥേനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ബാക്ടീരിയ ഓക്സിജന്റെ സ്വാധീനത്തിൽ വളരുന്നത്. ഓക്കെ, then on the basis of requirement of oxygen, bacteria are divided into aerobes and anaerobes. അതായത് ഓക്സിജന്റെ ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ബാക്ടീരിയയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ എയറോബ്സ്. എയറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they grow only in presence of oxygen. എയറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജന്റെ സ്വാധീനത്തിൽ മാത്രം വളരുന്ന ബാക്ടീരിയകൾ. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ബാസിലസും സ്യൂഡോമോണസും ആണ് എയറോബ്സിന് എക്സാമ്പിൾ. അത് ഓക്സിജന്റെ സ്വാധീനത്തിൽ മാത്രം വളരുന്നതായിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഒബ്ലിഗേറ്റ് അനറോബ്സ് എന്ന് പറയും. അതിന് വരുന്നത് മൾട്ടിപ്ലൈ ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് നടക്കുന്നത് ഓക്സിജന്റെ ആബ്സെൻസിലായിരിക്കും. ഓക്സിജൻ ആവശ്യമില്ല ഇതിന്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് ഓക്സിജൻ ആവശ്യമില്ല. അതിന് എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറയും. അതില് they are organism that live with or without oxygen. അതായത് ഫാക്കൽറ്റേറ്റീവ് എയറോബ്സിലോട്ട് വരുമ്പോൾ എന്താണ്, ഓർഗാനിസത്തിന് ഇവിടെയുള്ള ബാക്ടീരിയക്ക് എന്താണ് ഓക്സിജൻ ആവശ്യം ഉണ്ടെങ്കിലും വളരും, ഓക്സിജന്റെ പ്രസൻസിലും വളരും, ഓക്സിജന്റെ ആബ്സെൻസിലും വളരും. ഓക്കെ, ഓക്സിജൻ റിക്വയർ അല്ല. ഓക്കെ, ഓക്സിജന്റെ പ്രസൻസിലും വേണേ വളരാം, ഓക്സിജന്റെ ആബ്സെൻസിലും വേണേ വളരാം. അങ്ങനെയുള്ളതിനാണ് ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ വിബ്രിയോ, ഷിഗല്ല, ഹീമോഫിലസ് ഒക്കെ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഗ്യാസസിൽ ഓക്സിജൻ ആണ് ഫസ്റ്റ് വൺ. ഇൻ ദാറ്റ് the capacity of bacteria to grow in presence of oxygen and to utilize it depends on possession of a cytochrome oxidase system. അതായത് ബാക്ടീരിയ ഓക്സിജന്റെ പ്രസൻസിൽ എങ്ങനെ വളരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് സ്വന്തമായിട്ടൊരു സൈറ്റോക്രോം ഓക്സിഡേസ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ബാക്ടീരിയ ഓക്സിജന്റെ പ്രസൻസിൽ വളരുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജന്റെ ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ബാക്ടീരിയനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് എക്സാമ്പിൾസ് ആണ് എയറോബ്സും ഒബ്ലിഗേറ്റ് അനറോബ്സും. ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഞാൻ ഓക്സിജൻ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞതാണ്, സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്സിജന്റെ ആവശ്യം അനുസരിച്ച് രണ്ടായിട്ടാണ് പ്രധാനമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, എയറോബ്സും ഒബ്ലിഗേറ്റ് അനറോബ്സും. എയറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they grow only in presence of oxygen. അതായത് ഓക്സിജന്റെ സ്വാധീനത്തിൽ മാത്രം വളരുന്നതാണ് എയറോബ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് ബാസിലസും സ്യൂഡോമോണസും. ദെൻ ഒബ്ലിഗേറ്റ് അനറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് O2. അതായത് ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രം വളരുന്നതിനെയാണ് ഒബ്ലിഗേറ്റ് അനറോബ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം. ദെൻ മൂന്നാമത്തെ ടൈപ്പ് അല്ല, ജസ്റ്റ് ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are organism that live with or without oxygen. ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിലും വേണേ വളരാം, ഓക്സിജന്റെ പ്രസൻസിലും വേണേ വളരാം. അതിന് എക്സാമ്പിൾ വിബ്രിയോ, ഷിഗല്ല ആൻഡ് ഹീമോഫിലസ്. ക്ലിയർ ആയോ? ഓക്കെ, കീർത്തന പറ ഓക്സിജനെ കുറിച്ച്. ഓക്കെ,
ഓക്കെ. എയറോബ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് പറഞ്ഞാലോ? ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ, രണ്ടാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്യാസസിൽ ഒന്നാമത്തത് ഓക്സിജൻ, രണ്ടാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. Okay, the metabolic activities of some organisms like Neisseria gonorrhoeae or Brucella abortus are enhanced by presence of extra amount of CO2 in the atmospheric air. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് അതിലോട്ട് വരുമ്പോൾ എന്താണ്, സം ഓർഗാനിസംസ്, അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് നെയ്സേറിയ ഗൊണറിയും ബ്രുസെല്ല അബോർട്ടസും. അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നോക്കി എഴുതുക. ഓക്കെ, ആ ഒരു ബാക്ടീരിയ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് എക്സ്ട്രാ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, മീൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, are enhanced by the presence of extra amount of CO2 in the atmospheric air. അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് സം ഓർഗാനിസംസ്, അതിന് എക്സാമ്പിൾസ് ആണ് നൈസേറിയ ഗൊണറിയും ബ്രുസെല്ല അബോർട്ടസും. മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമാണ്, അതായത് ഉപജയത്തിനും അപചയത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും, വർദ്ധിപ്പിച്ചിട്ട്, അതായത് അറ്റ്മോസ്ഫിയറിക് എയറിൽ കാണുന്ന നിന്നുള്ള CO2വിനേക്കാളും എക്സ്ട്രാ ആയിട്ടുള്ള CO2 ഇത് എന്ത് ചെയ്യും, വികസിപ്പിച്ചെടുക്കും, വർദ്ധിപ്പിച്ച് എടുക്കും. ഓക്കെ, അതായത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന CO2വിനേക്കാളും എക്സ്ട്രാ എമൗണ്ട് ഓഫ് CO2 ഇത് എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്തിട്ട് അതിന്റെ പ്രസൻസിലായിരിക്കും ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബാക്ടീരിയനെ നൈസേറിയ ഗൊണേറിയ എന്നും ബ്രുസെല്ല അബോർട്ടസ് എന്നൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ, അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് സം ഓർഗാനിസംസ്, അതായത് നെയ്സേറിയ ഗൊണേറിയ ബ്രുസെല്ല അബോർട്ടസ് എന്ന് പറയും, രണ്ട് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. അങ്ങനെയുള്ള ബാക്ടീരിയയുടെ മെറ്റബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുന്നു, ഇത് എൻഹാൻസ് ബൈ ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് CO2 ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള CO2 നിന്ന് എക്സ്ട്രാ എമൗണ്ട് എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യിപ്പിക്കും, മീൻസ് വർദ്ധിപ്പിക്കും. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന CO2 നിന്നും എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യും, കൂട്ടി വികസിപ്പിച്ചിട്ടാണ് അതിന്റെ പ്രസൻസിലാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ആറാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. സിക്സ്ത് വൺ, ഓസ്മോട്ടിക് പ്രഷർ. Okay, in that many bacteria are sensitive to concentrated solutions of salt and sugar because of their osmotic pressure. അതായത് കൂടുതൽ ബാക്ടീരിയയും എന്താണ്, സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷനുമായിട്ട് എന്താണ് പ്രതികരിക്കുന്നതാണ്. അതായത് സാൾട്ട് അല്ലെങ്കിൽ ഷുഗറിന്റെ ഒക്കെ, മീൻസ് അതിലെല്ലാം എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോസിസ് അറിയില്ലേ, അതായത് സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോവാൻ വസ്തുക്കൾ പോകുന്ന ഒരു പ്രക്രിയയാണ് ഓസ്മോസിസ്. അവിടെ സഹായിക്കുന്ന മർദ്ദമാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ എന്താ പറയാ, സാൾട്ട് സൊല്യൂഷനിലും സുഗർ സൊല്യൂഷനിലേക്ക് കോൺസെൻട്രേഷനിൽ അതിലെന്തുണ്ട്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. ആ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ഈ ബാക്ടീരിയ എന്താണ്, സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്ന ഒന്നാണ്. ഓക്കെ, അതായത് സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഓഫ് സാൾട്ട് ആൻഡ് ഷുഗർ, അതായത് സാന്ദ്രത കൂടിയ മീൻസ് സാന്ദ്രതയുള്ള സൊല്യൂഷൻസ് ആയിട്ടുള്ള സാൾട്ടിലും ഷുഗറിലൊക്കെ ഷുഗറൊക്കെ ആയിട്ട് ഈ ബാക്ടീരിയ എന്താണ്, സെൻസിറ്റീവ് ആണ്. മീൻസ് ബിക്കോസ് ഓഫ് ദെയർ ഓസ്മോട്ടിക് പ്രഷർ, മീൻസ് അതിലെല്ലാം എന്തുണ്ട്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് സെൻസിറ്റീവ് ആണ്. മീൻസ് ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും ഒക്കെ ആയിട്ട് പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രതികരിക്കുന്നത്. ദെൻ പ്രിസർവേഷൻ ഓഫ് ഫുഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ഓർ തിക്ക് ഷുഗർ സിറപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അതായത് ഓൾറെഡി പറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് പ്രതികരിക്കുന്നതാണ്. മീൻസ് അതുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, നശിച്ചു പോകാനുള്ള ചാൻസ്, ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ഇതാകുമ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡിനെ നമ്മൾ സാൾട്ട് മാംഗോ മീൻസ് സാൾട്ട് സൊല്യൂഷനിൽ സൂക്ഷിക്കുന്നത്, മീൻസ് ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലും സൂക്ഷിക്കും, അതായത് ഗുലാം ജാമൊക്കെ ഷുഗർ സൊല്യൂഷനിലും സൂക്ഷിക്കും. ഇസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അതായത് ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബാക്ടീരിയ സെൻസിറ്റീവ് ആണ്, മീൻസ് അതുമായിട്ട്
പ്രതികരിച്ചിട്ട് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് പ്രതികരിച്ചിട്ട് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ സാൾട്ട് സൊല്യൂഷനിലും സുഗർ സൊല്യൂഷനിലൊക്കെ ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്ത് വെക്കും. ഓക്കെ, എക്സാമ്പിൾ സാൾട്ട് മാംഗോയും ഗുലാം ജാമൊക്കെ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, റഹ്മത്ത് എന്താ മനസ്സിലായേ? എന്താ മനസ്സിലായേ പറ. ആ ഓക്കെ. റെഡ് മാംഗോ ആൻഡ് ഗുലാം ജാമുൻ. ഓക്കെ, ഗുഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 7th വണ്ണിലോട്ട് പോകാം. 7th വൺ, ലൈറ്റ് ആൻഡ് റേഡിയേഷൻ. ലൈറ്റ് ആൻഡ് റേഡിയേഷൻ മീൻസ് ഫാക്ടേഴ്സിലെ ലാസ്റ്റ് വൺ, ലൈറ്റ് ആൻഡ് റേഡിയേഷൻ. ഓക്കെ, ലൈറ്റ് ഈസ് ബാക്ടീരിയാസ് വേഴ്സ്റ്റ് എനിമി. വേഴ്സ്റ്റ് എനിമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ഏറ്റവും തീവ്രതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ശത്രുവാണ്, തീവ്രമായിട്ടുള്ള ഒരു ശത്രുവാണ് ആര്? ലൈറ്റ്. ഓക്കെ, വെൻ എക്സ്പോസ്ഡ് ടു ഡയറക്റ്റ് സൺലൈറ്റ് ദേ ബിക്കം സ്ലഗ്ഗിഷ് ആൻഡ് ഡൈ റാപ്പിഡ്ലി. അതായത് ബാക്ടീരിയ സൂര്യപ്രകാശവുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട്, ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാണ്? സ്ലഗ്ഗിഷ് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ വളർച്ച മന്ദീഭവിക്കുകയും ആൻഡ് ഡൈ റാപ്പിഡ്ലി, എന്നിട്ട് പെട്ടെന്ന് തന്നെ കിൽ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ദെൻ അൾട്രാവയലറ്റ് ലൈറ്റ് ആൻഡ് റേഡിയേഷൻ ഓൾസോ ഡിസ്ട്രോയ് ബാക്ടീരിയ. UV റേസും അതുപോലെ തന്നെ UV ലൈറ്റ് ഒക്കെ എന്താണ്? ബാക്ടീരിയനെ നശിപ്പിച്ചു കളയും. അതാണ് ലൈറ്റ് ആൻഡ് റേഡിയേഷനിൽ വന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, ലൈറ്റ് ഈസ് ബാക്ടീരിയാസ് വേഴ്സ്റ്റ് എനിമി. ലൈറ്റ് ആൻഡ് റേഡിയേഷനിൽ വരുന്നത് ലൈറ്റ് ഈസ് ബാക്ടീരിയാസ് വേഴ്സ്റ്റ് എനിമി. അതായത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത് കീർത്തനന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, ലൈറ്റ് ഈസ് ബാക്ടീരിയാസ് വേഴ്സ്റ്റ് എനിമി. അതായത് ലൈറ്റ് എന്നുള്ളത് ബാക്ടീരിയയുടെ ഒരു തീവ്രതയുള്ള ശത്രുവാണ്. When exposed to direct sunlight, they become sluggish and die rapidly. Sluggish എന്ന് പറഞ്ഞാൽ മന്ദീഭവിക്കുക, മീൻസ് വളർച്ച മുരടിക്കുക എന്നുള്ളൊരു അർത്ഥം. അതായത് ബാക്ടീരിയ സൂര്യപ്രകാശമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മന്ദീഭവിക്കുകയും അതുകൂടാതെ തന്നെ ഡൈ റാപ്പിഡ്ലി, പെട്ടെന്ന് തന്നെ കിൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. Then ultraviolet light and radiation also destroy bacteria. അതുകൂടാതെ UV ലൈറ്റും അൾട്രാവയലറ്റ് ലൈറ്റ് പ്രകാശവും അതുകൂടാതെ അതിന്റെ റേഡിയേഷൻ UV റേസ് ഒക്കെ എന്താണ്? ബാക്ടീരിയനെ നശിപ്പിച്ചു കളയും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഷബീബ, ഷബീബ പറ. ഓക്കെ ഓക്കെ മ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ആണ് പഠിച്ചത്. ഗ്രോത്ത് ഓഫ് ബാക്ടീരിയയുടെ ഡെഫിനിഷൻ പഠിച്ചു. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇൻ ദാറ്റ് മോയ്സ്ചർ, ന്യൂട്രീഷൻ, ടെമ്പറേച്ചർ, ദെൻ pH, ദെൻ ഗ്യാസസ്, ദെൻ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ലാസ്റ്റ് വൺ ലൈറ്റ് ആൻഡ് റേഡിയേഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഈ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മൺഡേ ഓൾറെഡി ഞാൻ എക്സാം ആക്കിയിട്ടുണ്ട്, അത് പഠിക്കാം. ഓക്കെ, ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ആണ്. ഇത് നാളെ എടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ല? ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.